സാഹിത്യകാരൻ അന്തരിച്ച ഒ.പി. ജോസഫിന്റെ ജന്മശതാബ്ദി ആഘോഷിച്ചു. പ്രൊഫസർ എ. തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നോവലിസ്റ്റ് സി. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജീവിതമെന്ന് പറയുന്നത്, ജീവിതത്തിലെ ബന്ധങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കഥകൾ ആവർത്തിച്ച് പറയുന്നു. ഈ ജീവിതത്തിൽ അദ്ദേഹം അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം ജീവിതവും സ്വന്തം എഴുത്തും തമ്മിലുള്ള ഗാഢമായ ബന്ധം ഒ.പിയിൽ കാണുന്നത് പോലെ അധികം എഴുതുമ്പോൾ കാണുന്നില്ല എന്നാണ് സത്യം. ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, സമസ്ത ഭാരത സാഹിത്യ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഗ്രഹത്തിൻ്റെ അഭിലാഷത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ ദിവസം. രണ്ട് പ്രത്യേകതകളുണ്ടായിരുന്നു ഒ.പിക്ക്. അദ്ദേഹത്തെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്ത ആർക്കും തന്നെ അദ്ദേഹത്തെ ഒരിക്കലും അനിഷ്ടമാകാൻ ഇടയില്ല എന്നതാണ് എൻ്റെ ധാരണ. ആരുമാകട്ടെ, ഏത് കക്ഷിയാകട്ടെ, ഏത് മതമാകട്ടെ, ജാതിയാകട്ടെ, ഒരിക്കൽ പരിചയപ്പെട്ട ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമാകാതെ പോകില്ല എന്ന ഒരു ധാരണയാണ് എനിക്ക് അദ്ദേഹത്തെ ആദ്യം കണ്ടുമുട്ടിയപ്പോഴേ ഉണ്ടായത്. അദ്ദേഹത്തെ എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഉണ്ടായതാണ്. ഇപ്പോൾ അവശേഷിക്കുന്നതും അതേ ഒരു തോന്നലാണ്. നഗരസഭാ ചെയർമാൻ എം.ഒ. ജോൺ, ഡോക്ടർ ടി.എസ്. ജോയി, ഫാദർ സജി തെക്കേ തൈക്കാട്ട്, ശ്രീമൂലനഗരം മോഹൻ, ജോസി പി. ആൻഡ്രൂസ്, ഷെല്ലി ജോസഫ്, ഡോക്ടർ അജിത് മേനോത്ത്, ടി.എം. എബ്രഹാം, നെടുമുടി ഹരികുമാർ എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള സാഹിത്യ പരിഷത്തും ആലുവ ജീവാസ് കേന്ദ്രവും ചേർന്നാണ് ആഘോഷം നടത്തിയത്. ആലുവയുടെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ വളരെയേറെ സംഭാവനകൾ നൽകിയ ഒ.പി. ജോസഫ് സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. യാത്രാ വിവരണം ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ.